നമസ്കാരം, അമൃതാണ്. റിവ്യൂസൊക്കെ കണ്ടിട്ട് വലിയ ഹോപ്പൊന്നും ഇല്ലാതെ കാണാൻ പോയൊരു സിനിമയാണ് ഹലോ മമ്മി. പിന്നെ ഇതിനകത്ത് ആകെ പ്രതീക്ഷയുള്ളത് ജോമോൻ ജ്യോതിറായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏതൊരു കഥാപാത്രത്തിനെ കിട്ടിയാലും പുള്ളിക്കാരൻ്റെ ഒരു സൈഡ് പുള്ളി നല്ല സേഫായിട്ട് ഹാൻഡിൽ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറേ ചിരിക്കാനുള്ള വക എന്തായാലും കാണുമെന്ന് വിചാരിച്ച് ജോമോൻ ജ്യോതിറിൻ്റെ ക്യാരക്ടറിന് സേഫായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ഷറഫുദ്ദീനാണ്. ശരിക്കും ഈ ഒരു കഥാപാത്രത്തിന് ഷറഫുദ്ദീന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കഥാപാത്രം പോലെ തോന്നി. കാരണം അത്ര നന്നായിട്ട് ഷറഫുദ്ദീൻ ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് ആ ഒരു കഥാപാത്രത്തിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും സിനിമയ്ക്കകത്ത് നമുക്ക് ഒട്ടും ബോറടിച്ചില്ല. കാരണം എവിടെ ആ കഥാപാത്രത്തിന് ഒരു മിസ്കാസ്റ്റ് ആയിപ്പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ ഒന്നും തോന്നിയില്ല. വളരെ പ്രിസൈസായിട്ട് പിടിച്ച് കഥാപാത്രത്തിന് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു ദുരൂഹത നിറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഐശ്വര്യ ലക്ഷ്മി എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ ഹൊറർ ജോണർ രാജകുമാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തിയുടെ ആ ഒരു നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദുരൂഹതയുണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെല്ലാം പുള്ളിക്കാരത്തി കിട്ടുന്നതിന് ഒരു റീസൺ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ സീരിയസ് ആയിട്ടും വളരെ സബ്റ്റിൽ ലെവലിലും ഒക്കെ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ ഉള്ളൊരു കഴിവുണ്ട്. അത് നന്നായിട്ട് സിനിമയ്ക്കകത്ത് വർക്കായിട്ടുണ്ട്. പിന്നെ സിനിമ തുടങ്ങുന്നത് ഒരു ഭയങ്കര ഒരു ഹൊറർ ജോണറിൻ്റെ ഒരു സംഭവം ഇട്ടുകൊണ്ടാണ്. പക്ഷേ പിന്നീടാണ് അത് ഹൊറർ കോമഡി ആണെന്നുള്ള നിലയിൽ സിനിമ നല്ല ട്രാക്ക് പിടിച്ച് പോണത്. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഹൊറർ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന കണക്ക് തുടങ്ങിയിട്ട് എൻ്റെ പോർഷനിൽ ഇത് സീരിയസ് ആവുകയാണ്. അപ്പോൾ ആ സീരിയസ്നെസ് വരുന്ന സമയത്തൊരു നമുക്ക് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന സാധനത്തിന് ആ ഒരു സീരിയസ് ലെവലിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ളൊരു പ്രശ്നങ്ങളൊക്കെ എവിടെയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ബിന്ദു പണിക്കർ വളരെ സീരിയസ് ആയിട്ട് എന്നാൽ കുറച്ച് കോമഡിയും കൂടെയൊക്കെ വെച്ചുകൊണ്ടൊരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. അത് അവർ നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ആ ഒരു ചെറിയൊരു ഹൊറർ കോമഡി എന്നുള്ളതിനുള്ളൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് എവിടെയൊക്കെ ഫീൽ ചെയ്തു. കാരണം എൻ്റെ പോർഷൻ ഭയങ്കര സീരിയസ് ആയിട്ട് കൊണ്ടങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആ ഒരു അത്രയും നേരം ആസ്വദിച്ച് വന്ന ഒരു സാധനത്തിന് ഒരു പക്ഷേ അങ്ങനെ ഒരു ഹൊറർ കോമഡി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഹൊറർ എലിമെൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തല്ലേ ഇവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാരണം നമ്മൾ ത്രൂ ഔട്ട് ഒരു ഹൊറർ കോമഡി എന്നുള്ള നിലയിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് പോയ സിനിമയാണ്. ഏകദേശം തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ടൈലൻറ്റ് പോർഷൻ വരെ നല്ല കോമഡി അങ്ങനെ ഫുൾ ത്രൂ ഔട്ട് കോമഡി പോലെ വർക്കായി പോയി. ഷറഫുദ്ദീൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നന്നായിട്ട് ആ ക്യാരക്ടറിനെ അത് വെച്ച് ചിരിപ്പിച്ചു. എന്നിട്ട് ഈ എൻഡിങ്ങിൽ ആ തുടക്കവും ഒടുക്കവും കൊണ്ടുള്ളൊരു ഇൻ്റർസെക്ഷനൊക്കെ വന്നപ്പോഴത്തേക്ക് ആ സീരിയസ്നെസ് ആ പറഞ്ഞ സബ്ജക്റ്റിലെ ഒരു സീരിയസ്നെസ്സിനോട് അത്ര ഒരു സീരിയസ് ആയിട്ട് നമുക്കതിനെ ഉൾക്കൊള്ളാനുള്ളൊരു പ്രശ്നമൊക്കെ എവിടെയൊക്കെ ഫീൽ ചെയ്തു. അതൊരു വലിയ പോരായ്മയായിട്ട് പറയല്ല. അതൊരു പക്ഷേ ആ ഒരു ജോൺറയുടെ ഒരു പ്രശ്നമായിരിക്കും. ഒരു പക്ഷേ ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഒരു കോൺഫ്ലിക്റ്റ് എവിടെയെങ്കിലുമൊക്കെ വരുത്തുമായിരിക്കും. ഞാൻ അങ്ങനെയുള്ള അധികം ഹൊറർ കോമഡി ജോൺറ അങ്ങനെ കൂടുതൽ കണ്ടിട്ടുള്ളതല്ല. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ജഗദീഷ് ചെയ്തിരിക്കുന്ന കഥാപാത്രം നല്ല രസമുണ്ട്. അദ്ദേഹം ഓരോരോ കഥാപാത്രങ്ങളെ ഇപ്പം അങ്ങനെ അങ്ങ് ഭയങ്കര പെർഫെക്ഷനിൽ കൊണ്ടെത്തിക്കുകയാണ്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ VFX അതുപോലെ മ്യൂസിക് ഇതൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. മ്യൂസിക് ജെയ്ക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. 1-2 പാട്ടുകളുണ്ട്. പാട്ടുകളെല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ടുണ്ട്. ആ സബ്ജക്റ്റിനും ആ ജോൺറയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് ഒരു സാധനമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ആ പാട്ട്. അതായത് ആ സബ്ജക്റ്റിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു കമ്പോസിഷൻ ഈ ത്രൂ ഔട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായിരുന്നാലും പാട്ടുകളിലായിരുന്നാലും ഒക്കെ നന്നായിട്ട് ജെയ്ക്സ് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് സിനിമാറ്റോഗ്രാഫി, വിഷ്വൽ എഫക്ട്സ്, VFX നല്ല സൂപ്പറായിരുന്നു. മലയാള സിനിമകളിൽ വരുന്ന VFX ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈ ഗ്രേഡ് VFX ഒക്കെയാണ് ചെയ്തു വരുന്നത്. പഴയതിൽ നിന്നൊക്കെ ഒരുപാട് ടെക്നിക്കലി VFX സൈഡൊക്കെ മലയാള സിനിമ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ജോൺറയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രജൈലാണ്. കാരണം ഒരു ചെറിയ പ്രശ്നം മതി അത് കയ്യിൽ നിന്ന് പോകാനായിട്ട്. പക്ഷെ അത് ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ്. നന്നായിട്ട് സ്ക്രിപ്റ്റിങ്ങിലായിരുന്നാലും എല്ലാം അതിൻ്റെ ആ കോമഡി കറക്റ്റ് സോക്കറ്റിൽ വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാമിലി ആയിട്ടിരുന്ന് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ എന്തായാലും ഒരുപാട് നിഗൂഢതകളൊക്കെ നിറഞ്ഞ ഒരു ഹൊറർ കോമഡി ജോൺറയാണ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യാത്തൊക്കെ ഒരു കോണ്ടൻ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിനിമയെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ ഔട്ട് ഓഫ് 10 ഈ മൂവിക്ക് 8 റേറ്റ് ചെയ്യുന്ന IMDbയിലായിരുന്നാലും മൂവി ബുക്കിങ്ങിലായിരുന്നാലും. ഇപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.